ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആദിവാസി വിഭാഗങ്ങളും കുടുംബശ്രീയിലൂടെ മുന്നേറുകയാണ്. പട്ടിക വിഭാഗങ്ങളിലെ കുട്ടികളുടെയും അയൽക്കൂട്ടങ്ങളുടെയും സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ തുടിതാളം അരങ്ങേറി. കാടിന്റെ മക്കളുടെ കലാരൂപങ്ങളും ഇനി തനിമയോടെ ആസ്വദിക്കാം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മുസ്ലിം ലീഗിന്റെ സ്ഥാപിത താൽപര്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുട്ടുമടക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ അന്യനിന്നു പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിക്കാൻ കുടുംബശ്രീ പുതിയ സംവിധാനം രൂപപ്പെടുത്തണമെന്ന് MK രാഘവൻ MP. അരങ്ങിലും വെള്ളിത്തിരയിലും പ്രതിഭയുടെ മുദ്ര പതിപ്പിച്ച നടൻ ചേമഞ്ചേരി നാരായണൻ നായർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗിന്റെ സ്ഥാപിത താൽപര്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുട്ടുമടക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കാലിക്കറ്റ് സർവകലാശാലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാഭ്യാസ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച ജനകീയ തെളിവെടുപ്പും കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ സ്ഥാപിത താൽപര്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുട്ടുമടക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. വോട്ട് ബാങ്കിനു വേണ്ടി വരും തലമുറയെ ഇരുട്ടിലാക്കുന്നതാണ് ഈ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുക, വർഗീയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും സർവകലാശാലയെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനകീയ തെളിവെടുപ്പും കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിന് മുമ്പിൽ, അവരുടെ സ്ഥാപിത താൽപര്യത്തിന് മുമ്പിൽ മുട്ടുമടക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആത്മാഭിമാനം പണയപ്പെടുത്തിയുള്ള നടപടിയാണ് ഉമ്മൻചാണ്ടിയുടേത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രമായി സംവരണം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വോട്ട് ബാങ്കിന് വേണ്ടി ഭാവി തലമുറയെ, അടുത്ത തലമുറയുടെ ഭാവിയിൽ ഇരുട്ടിലാക്കുകയാണ്. ആത്മാഭിമാനം കോൺഗ്രസിന് നഷ്ടമായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് വിഴുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിനെ. മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറം, മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിനപ്പുറം ഒരു ചെറുവിരൽ അനക്കാനുള്ള ധൈര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കില്ല. ഏകപക്ഷീയമായി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം തെറ്റാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കുകയാണ്. ഒരു പാണക്കാട് തങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാനുള്ളതല്ല വിദ്യാഭ്യാസ വകുപ്പെന്നും കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിലേക്ക് കേരളം മടങ്ങിവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നളന്തലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി S. രാമനുണ്ണി അധ്യക്ഷം വഹിച്ചു. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. അശ്വിൻ, C. ശേഖരൻ, V. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി പട്ടിക മേഖലയിൽ അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിക്കാൻ കുടുംബശ്രീ പുതിയ സംവിധാനം രൂപപ്പെടുത്തണമെന്ന് MK രാഘവൻ MP. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തുടിതാളം 2014 ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗക്കാരായ അയൽക്കൂട്ടങ്ങളെയും ബാലസഭയിലെ കുട്ടികളുടെയും സർഗപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാതല പട്ടികവർഗ കലാമേള തുടിതാളം 2014 സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ വിപുലമായ പരിപാടികളോടെ നടന്ന കലാമേള MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു.
പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിക്കുവാൻ കുടുംബശ്രീ പുതിയ സംവിധാനം രൂപപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റിയാലിറ്റി ഷോകൾ കലാവൈഭവങ്ങളുടെ അതിരല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും കഴിവുള്ള മിടുക്കുള്ള ജന്മനാൽ ലഭിച്ചിട്ടുള്ള കഴിവ് പെട്ടെന്നൊരു വേദിയിലെത്തുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ആ പാകപ്പിഴ മാത്രം വിലയിരുത്തിക്കൊണ്ട് ഇവൻ യോഗ്യനല്ല, അയോഗ്യത കൽപ്പിക്കപ്പെടുന്നു നമ്മുടെ റിയാലിറ്റി ഷോയിലെ ജഡ്ജിമാർ. ഇപ്പൊ റിയാലിറ്റി ഷോ മാത്രമാണ് ഒരു കലാകാരന്റെ അളവുകോൽ എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കാത്ത ആളാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. പുരുഷൻ കടലുണ്ടി MLA മുഖ്യപ്രഭാഷണം നടത്തി. PK ഹസീസ്, M രാധാകൃഷ്ണൻ മാസ്റ്റർ, A ശശികല, ഉമാദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിൽ അന്യം നിന്നു പോകുന്ന തനതു കലാരൂപങ്ങൾ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ജില്ലയിലെ മലയോര പഞ്ചായത്തുകളായ കാവിലുംപാറ, ചക്കിട്ടപ്പാറ, പുതുപ്പാടി, കോടഞ്ചേരി, പനങ്ങാട് പഞ്ചായത്തുകളിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് കലാമേളയിൽ പങ്കെടുത്തത്. മലയാള നാടക സിനിമാ നടൻ ചേമഞ്ചേരി നാരായണൻ നായർ അന്തരിച്ചു. തിങ്കളാഴ്ച രാത്രി ചെങ്ങോട്ടുകാവിലെ തേനാത്ത് വീട്ടിലായിരുന്നു അന്ത്യം. ദുരിതങ്ങളിൽ വലയുമ്പോഴും അഭിനയകലയിൽ കാലുറപ്പിച്ചു നിന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം. സംസ്കാരം ചേമഞ്ചേരിയിലെ വീട്ടുവളപ്പിൽ നടന്നു. പ്രശസ്ത മലയാള നാടക സിനിമാ നടൻ ചേമഞ്ചേരി നാരായണൻ നായർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. തിങ്കളാഴ്ച രാത്രി 9:30 ചേമഞ്ചേരിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 79 വയസ്സായിരുന്നു. ട്യൂമർ ബാധിച്ച് 2 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. അരങ്ങിലും വെള്ളിത്തിരയിലും മിനി സ്ക്രീനിലുമായി നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നാടകാഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെയും കേരള സംഗീത നാടക അക്കാദമിയുടെയും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മുജുകുന്നിലെ പരേതനായ മൊകേരി രാവുണ്ണി നായരുടെയും പരേതയായ ലക്ഷ്മിയമ്മയുടെയും മകനാണ്. ഭാര്യ കുന്നത്ത് ദേവിയമ്മ, ലത, VT ജയദേവൻ, സജീവൻ, പരേതനായ ജയപ്രകാശ് എന്നിവർ മക്കളാണ്. 11ാം വയസ്സിൽ സത്യവാൻ സാവിത്രി എന്ന നൃത്തസംഗീത നാടകത്തിലൂടെയാണ് ആദ്യമായി അരങ്ങിലെത്തിയത്. 1979 കടലമ്മ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. നടൻ എന്ന സിനിമയിലാണ് അവസാനം അഭിനയിച്ചത്. തൂവൽ കൊട്ടാരം, മിഴി രണ്ടിലും, അമ്മക്കിളിക്കൂടി തുടങ്ങി 15ഓളം മലയാള സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. ഒട്ടേറെ സീരിയലുകളിലും മുഖ്യ കഥാപാത്രമായിരുന്നു. ആകാശവാണിയിൽ A ഗ്രേഡ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു. 1997 സംസ്ഥാന സർക്കാരിന്റെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ പ്രത്യേക ജൂറി അവാർഡ്, 1998 കേരള സംഗീത നാടക അക്കാദമി CG പരമേശ്വരൻ പിള്ള സ്മാരക അവാർഡ്, 2004 ഗുരുപൂജ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം ചേമഞ്ചേരിയിലെ വീട്ടുവളപ്പിൽ നടന്നു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ഇളയടത്ത് വേണുഗോപാൽ തുടങ്ങിയവർ അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക കലാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാൻ ചേമഞ്ചേരിയിലെത്തി. വിൽപ്പനയ്ക്കെത്തിയ മത്സ്യത്തിൽ അറബി അക്ഷരങ്ങൾ കാണപ്പെട്ടത് കൌതുകമായി. കഴിഞ്ഞ ദിവസം മോഡേൺ ബസാറിലെ കച്ചവടക്കാരൻ അബ്ദുൾ ലത്തീഫിന് കിട്ടിയ മത്സ്യങ്ങളിൽ 2 മുകളിലാണ് ഇത് കാണപ്പെട്ടത്. അറബി അക്ഷരങ്ങളുടേതിന് സമാനമായ രേഖകളുമായി മാർക്കറ്റിലെത്തിയ മത്സ്യം നാട്ടുകാർക്ക് കൌതുകമായി. കൊളത്ര മോഡേൺ ബസാറിലെ അബ്ദുൾ ലത്തീഫ് കച്ചവടത്തിനായി കൊണ്ടുവന്ന അയലക്കൂട്ടത്തിലെ 2 മുകളിലാണ് ഈ ചിത്രപ്പണികൾ കണ്ടത്. ഒന്നിനു മുകളിൽ വ്യക്തമായും മറ്റൊന്നിൽ അവ്യക്തമായും കാണാം. കഴിഞ്ഞ ദിവസം ചാലിയം കടപ്പുറത്തു നിന്നും മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മനുഷ്യക്കോട്ട വഞ്ചിയുടെ ഉടമ അബ്ബാസിനാണ് ഈ മത്സ്യം ലഭിച്ചത്. ഇദ്ദേഹത്തിൽ നിന്നുമാണ് മത്സ്യം മൊത്തമായി അബ്ദുൾ ലത്തീഫ് വിൽപ്പനയ്ക്കായി വാങ്ങിയത്. അപൂർവതകളോടെ എത്തിയ മത്സ്യത്തെ കാണാൻ നിരവധി പേരാണ് മത്സ്യ മാർക്കറ്റിലെത്തിയത്. പ്രദർശനശേഷം മത്സ്യത്തെ ഫ്രീസറിലേക്ക് മാറ്റി. കർണാടക സ്വദേശിയും സ്ഫൂർത്തി ഫിനാൻസ് കമ്പനി കൊയിലാണ്ടി ബ്രാഞ്ച് മാനേജറുമായിരുന്ന ജമാലുദ്ദീന്റെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2014 മെയ് 25-നാണ് ജമാലുദ്ദീനെ കമ്പനി വക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടു. ജമാലുദ്ദീൻ കൊല്ലപ്പെട്ട സംഭവം ആത്മഹത്യയാണെന്ന പോലീസ് ഭാഷ്യം അംഗീകരിക്കാനാവില്ല. ജമാലുദ്ദീന്റെ മരണത്തിൽ നിരവധി ദുരൂഹതകളുണ്ട്. കൊലപാതകമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്നിരിക്കെ ആത്മഹത്യയാക്കി എഴുതിത്തള്ളാനുള്ള ശ്രമം പ്രതിഷേധാർഹമാണെന്ന് BSP ജനറൽ സെക്രട്ടറി ഗഫൂർ പുതുപ്പാടി പറഞ്ഞു. പോലീസിന്റെ കയ്യിൽ വ്യക്തമായ എവിഡൻസ് ഉണ്ട്, ഇത് കേവലം ഒരു ആത്മഹത്യയല്ല എന്നുള്ളതിന്. ആ പോലീസിന്റെ കയ്യിലുള്ള ഫോട്ടോയുടെ കോപ്പികളാണത്. ഈ കൊലപാതകം നടന്ന റൂമിൽ
വ്യാപകമായി മുളകുപൊടി വിതറിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ മുളകുപൊടിയെക്കുറിച്ച് പരാമർശമുണ്ട്. സ്പന്ദന സ്ഫൂർത്തി ഫൈനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രവർത്തനം തന്നെ ദുരൂഹമാണ്. കമ്പനിയെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണം. മൈക്രോ ഫിനാൻസിന്റെ മറവിൽ 26% കൊള്ളപ്പലിശ ഇടപാടാണ് കമ്പനി നടത്തുന്നത്. ഈ കമ്പനിയുടെ പ്രവർത്തനവും നിയമസാധ്യതയും കൂടി അന്വേഷണ വിധേയമാക്കണമെന്നും BSP ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും പ്രത്യേക ടീമിനെ ഏൽപ്പിച്ചാലേ കേസിന് തുമ്പുണ്ടാവൂ. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും BSP ഹർജി നൽകും. സംഭവത്തിന്റെ ദുരൂഹതകൾ നീക്കി സത്യം പുറത്തു കൊണ്ടുവരുന്നതുവരെ ശക്തമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും BSP നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BSP സംസ്ഥാന കൺവീനർ രമേശ് നന്മണ്ട, കൊല്ലപ്പെട്ട ജമാലുദ്ദീന്റെ മാതാവ്, പിതാവ്, ഭാര്യ സഹോദരൻ എന്നിവരും പങ്കെടുത്തു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാം, ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പ രഥോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രവും പരിസരവും വൈദ്യുതി ദീപങ്ങളാൽ അലങ്കൃതമാണ്. ദിവസവും രാവിലെ അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. 29 വെള്ളിയാഴ്ചയാണ് വിനായക ചതുർത്ഥി. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവ പരിപാടികൾക്ക് തുടക്കമായി. 25 മുതൽ 29 വെള്ളി വരെ 5 ദിവസങ്ങളിലെ അതിവിപുലമായ വൈദിക ദൈവിക ചടങ്ങുകളോടുകൂടിയാണ് ഉത്സവാഘോഷം നടക്കുന്നത്. ദിവസേന രാവിലെ അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന ഉത്സവത്തിൽ ഗജപൂജ, കാവടി പൂജ, നാഗപൂജ, നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം, മഹാന്യാസപൂർവം, പൂർണ്ണാഭിഷേകം, ഗണേശ സഹസ്രനാമാർച്ചന, സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, നവഗ്രഹ സഹസ്രനാമാർച്ചന, ക്രമാർച്ചന തുടങ്ങി വൈദിക ചടങ്ങുകൾ ഉണ്ട്. വൈദിക ദൈവിക ചടങ്ങുകൾക്ക് തളി ബ്രാഹ്മണ സമൂഹമഠം മുഖ്യ പുരോഹിതർ ബ്രഹ്മശ്രീ NK വെങ്കടാചല വാദ്യർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. 29 വിനായക ചതുർത്ഥി ദിവസം നടക്കുന്ന അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമ വഴിപാടിൽ 10,000-ങ്ങളാണ് പങ്കെടുക്കുക. ഉത്സവത്തിലെ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഗജപൂജയും ഉണ്ടായിരിക്കും. വിയൂർ മണികണ്ഠൻ എന്ന കുട്ടിക്കൊമ്പനാണ് ഗജപൂജയ്ക്ക് എത്തിയിരിക്കുന്നത്. വിനായക ചതുർത്ഥി തെപ്പരഥോത്സവത്തിന്റെ ഭാഗമായി തളി ക്ഷേത്രവും പരിസരവും വൈദ്യുതി ദീപങ്ങളാൽ അലങ്കൃതമാണ്. ഗീതോപദേശം, ഹനുമാൻ, ശ്രീരാമ പട്ടാഭിഷേകം, അനന്തശയനം, മൂഷികവാഹന ഗണപതി, ശ്രീധർമ്മശാസ്താവ്, ശിവപാർവതി എന്നിങ്ങനെ വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ച കട്ടൌട്ടറുകൾ,
ക്ഷേത്രകുളത്തിന് സമീപം സ്ഥാപിച്ചു കഴിഞ്ഞു. വിനായക ചതുർത്ഥി ദിവസം രാവിലെ 9:30 ഗജവീരന്മാരുടെ അകമ്പടിയോടും പഞ്ചവാദ്യത്തോടും നാദസ്വരത്തോടും കൂടി ദേവന്മാരുടെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് തളീക്ഷേത്രം, കിഴക്കേനട, നടമ്മൽ ശ്രീ ഭഗവതി ക്ഷേത്രം, ചാലപ്പുറം ധർമ്മക്ഷേത്രം, സമൂഹം റോഡ്, കണ്ടംകുളം റോഡ്, കല്ലായ റോഡ്, പാളയം, തളി, ശ്രീ രേണുക മാരിയമ്മൻ ക്ഷേത്രം വഴി ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളത്തും. അന്നേ ദിവസം പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അന്നദാനവും നടക്കും. രാത്രി 10 മണിക്ക് ക്ഷേത്രകുളത്തിൽ തെപ്പരഥോത്സവവും തുടർന്ന് കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കും. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നുവരുന്നുണ്ട്. ചൊവ്വാഴ്ച ഗണപതി മഹാത്മ്യം എന്ന വിഷയത്തിൽ TS വെങ്കടാദ്രി പ്രഭാഷണം നടത്തി. തുടർന്ന് വിവേക് മൂഴിക്കുളം എൻ പാർട്ടിയുടെ സംഗീത കച്ചേരി അരങ്ങേറി. തളി ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് R രാജഗോപാലകൃഷ്ണൻ, വൈസ് ചെയർമാൻ LNT ശർമ്മ, KR രമണി, R വിശ്വനാഥൻ, P ധർമ്മജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷ പരിപാടികൾ നടന്നുവരുന്നത്. ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി സഹായ വിതരണം സെപ്റ്റംബർ 1 കോഴിക്കോട് DCC ഓഡിറ്റോറിയത്തിൽ നടക്കും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിക്കുള്ള അവാർഡ് NP മൊയ്തീന് നൽകും. അവാർഡ് ദാനവും സഹായ വിതരണങ്ങളും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് DCC പ്രസിഡന്റ് KC അബു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിലെ 5 നിർധനർക്ക് വീട്, പാവപ്പെട്ട 25 കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് മെഷീൻ, തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ധനസഹായം, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, 2 പാവപ്പെട്ട വിദ്യാർത്ഥികളെ ദത്തെടുക്കൽ എന്നീ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിതരണമാണ് നടക്കുക. കൂടാതെ വികലാംഗർക്കുള്ള മുച്ചക്ര വാഹന വിതരണവും നടക്കും. സ്നേഹസ്പർശം എന്ന പേരിൽ നടത്തുന്ന ധനസഹായ വിതരണങ്ങളും വ്യക്തിമുദ്രയ്ക്ക് NP മൊയ്തീനുള്ള അവാർഡ് ദാനവും സെപ്റ്റംബർ 1 DCC ഓഫീസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് ഇൻകാസ് ഭാരവാഹികൾ പറഞ്ഞു. ഖത്തറിൽ 1.5 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇൻകാസ്. കോൺഗ്രസുകാരുടെ കൂട്ടായ്മയും കൂടിയാണ് ഇൻകാസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ അങ്കണത്തിലുള്ള രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 5 നിർധനരായ കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കുവാൻ 5 ലക്ഷം വീതം ഇവർക്ക് ഈ കുടുംബങ്ങൾക്ക് വീട് വെക്കുവാൻ നൽകുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് KC അബു, ഇൻകാസ് ഉപദേശക സമിതി ചെയർമാൻ KK ഉസ്മാൻ, വൈസ് പ്രസിഡന്റ് RP ഹസൻ, ഇൻകാസ് സെക്രട്ടറി സിദ്ദിഖ് പുറായിൽ, ഇൻകാസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അൻവർ സാദത്ത്, കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി കരീം നടക്കൽ, കോഴിക്കോട് ജില്ലാ ട്രഷറർ ബഷീർ തുവാരിക്കൽ, ഷിജിത് VP തുടങ്ങിയവരും സംബന്ധിച്ചു. SNDP യൂണിറ്റിന്റെ ദൈവദശക സന്ദേശയാത്ര ആരംഭിച്ചു. അത്താണിക്കൽ ശ്രീനാരായണ സെന്റർ സ്കൂളിൽ ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിയൻ കൌൺസിലർ ഇടപ്പുലത്ത് ബാഹുലയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SNDP യൂണിയന്റെ ദൈവദശക സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. അത്താണിക്കൽ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിയൻ കൌൺസിലർ ഇടപ്പുലത്ത് ബാഹുലയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് T ഷനൂബ് അധ്യക്ഷം വഹിച്ചു. മായ സന്ദീപ് കോട്ടയം, ഷീന കോട്ടയം തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ പാദങ്ങൾ പ്രതിഷ്ഠിച്ച രഥയാത്രയിൽ യൂണിയൻ പരിധിയിലെ 60 ശാഖാ കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. 2 ദിവസം നടക്കുന്ന യാത്ര 27-ന് വെസ്റ്റ് ഹിൽ വരക്കൽ താഴം അയ്യപ്പ ക്ഷേത്രത്തിൽ സമാപിക്കും. കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ശക്തമായിരിക്കുമെന്ന് MK രാഘവൻ MP. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് T ശ്രീനിവാസന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായി ഫറോക്കിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശ്രീനിവാസന്റെ ചരമദിനത്തോടനുബന്ധിച്ച് ഫറോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഫറോക്ക് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം പാർലമെന്റ് അംഗം MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ലോകസഭ നമ്മൾ 44 പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ പറയുന്നത് കോൺഗ്രസ് തിരിച്ചു വരവ് ആരംഭിച്ചിരിക്കുന്നു. 2 ഘട്ടങ്ങളായി നടന്നിട്ടുള്ള അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ കിട്ടിയ നമ്മുടെ മേൽക്കൈ, അതിലുപരി മതേതര ഇന്ത്യയിലുടനീളം മതേതര സഖ്യം അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. ബീഹാറിൽ ലല്ലും അതുപോലെ തന്നെ നിതീഷ് കുമാർ കൈകൊടുത്തിരിക്കുന്നു കോൺഗ്രസും. അപ്പൊ നമ്മുടെ രാജ്യത്തെ മതേതര താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം
DCC പ്രസിഡന്റ് KC അബു, KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, DCC വൈസ് പ്രസിഡന്റ് EK ഗോപാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആദം മുൽസി, ഫറോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KA വിജയൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തന്റേതായ വ്യക്തിപ്രഭാവത്താൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ധീരോദത്തമായ നേതൃത്വം നൽകിയ നേതാവായിരുന്നു ശ്രീനിവാസൻ എന്ന് ചടങ്ങിൽ സംബന്ധിച്ചവർ പറഞ്ഞു. സാഹിത്യത്തിന്റെ സംവേദനത്തിൽ അനുഭവത്തിന്റെ ഒരു മണ്ഡലം വളരെ പ്രസക്തമാണെന്ന് കേരള കലാമണ്ഡലം മുൻ സെക്രട്ടറി N രാധാകൃഷ്ണൻ നായർ. ചെറുകാട് ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച ചെറുകാടിന്റെ സാഹിത്യലോകം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ യുഗപ്രഭാവനായ എഴുത്തുകാരൻ ചെറുകാടിന്റെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളും മലയാള സാഹിത്യ ചരിത്രത്തിൽ ചെറുകാടിന്റെ വ്യത്യസ്തമായ സാന്നിധ്യവും അടയാളപ്പെടുത്തുന്ന സാഹിത്യ സെമിനാർ സാഹിത്യ നിരൂപകനും സംസ്കൃത പണ്ഡിതനുമായിരുന്ന ഡോക്ടർ MS മേനോൻ അനുസ്മരണവും കോഴിക്കോട് അളകാപുരിയിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുകാടിന്റെ സാഹിത്യലോകം എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ കേരള കലാമണ്ഡലം മുൻ സെക്രട്ടറിയും സാഹിത്യ നിരൂപകനുമായ N രാധാകൃഷ്ണൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. അതുകൊണ്ട് ചെറുകാടിന്റെ കൃതികൾ എന്നാൽ അത് വായനയോടുകൂടെ തന്നെ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ലോകം അനുഭവത്തിന്റെ സിനിമയിൽ വരുന്നതല്ല. വളരെ ചെറിയ 19 വയസ്സുവരെ, കാരണം എനിക്ക് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, സാഹിത്യത്തിന്റെ സംവേദനത്തിൽ അനുഭവത്തിന്റെ ഒരു മണ്ഡലം വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. ഡോക്ടർ MS മേനോൻ സാഹിത്യവും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്ടർ MR രാഘവ വാര്യർ പ്രഭാഷണം നടത്തി. പുരുഷൻ കടലുണ്ടി MLA, KN കുഞ്ഞാമത്, ഡോക്ടർ KN ഗണേഷ്, പ്രൊഫസർ V സുകുമാരൻ, VT സുരേഷ്, പ്രൊഫസർ കടത്തനാട്ട് നാരായണൻ എന്നിവർ സംസാരിച്ചു. KS വെങ്കടാചലം ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. അന്തരിച്ച സാഹിത്യകാരൻ UR അനന്തമൂർത്തിയെ അനുസ്മരിച്ചു. മാതൃഭൂമിയുടെ ആഭിമുഖ്യത്തിൽ KP കേശവമേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ MT വാസുദേവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. മലയാളികളെക്കാൾ മലയാളത്തെ സ്നേഹിച്ച എഴുത്തുകാരനായിരുന്നു അനന്തമൂർത്തിയെന്ന് MT അനുസ്മരിച്ചു. മികച്ച ഭരണാധികാരിയും അധ്യാപകനും ചിന്തകനും നിരൂപകനുമായിരുന്ന അനന്തമൂർത്തി മലയാളിയേക്കാൾ മലയാളത്തെ സ്നേഹിച്ച എഴുത്തുകാരനായിരുന്നുവെന്നും മലയാളത്തെ രണ്ടാം ഭാഷയെ തരം താഴ്ത്തുന്നതിന് എതിരായിരുന്നുവെന്നും MT വാസുദേവൻ നായർ. അനന്തമൂർത്തിയുടെ വിയോഗം തന്നെ മാനസികമായി ദരിദ്രനാക്കിയെന്നും MT പറഞ്ഞു. മാതൃഭൂമിയുടെ ആഭിമുഖ്യത്തിൽ KP കേശവമേനോൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഒഴുക്കിനെതിരായി നീന്തിയ വലിയ മനുഷ്യനായിരുന്നു അനന്തമൂർത്തിയെന്ന് അധ്യക്ഷത വഹിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരിച്ചു. ശിവറാം കാലത്ത് അവിടെ ഖനനത്തിനെതിരായി പോരാട്ടം നടത്തി ആ പോരാട്ടത്തെയാണ് ശിവറാം കാലത്ത്. കൃഷിമന്ത്രി KP മോഹനൻ, KP രാമനുണ്ണി, KP സുധീര, A പ്രദീപ് കുമാർ MLA, PV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. കുത്തൻ ചേളന്നൂരിന്റെ തകിലിൽ ജീവിതതാളം മുതിർന്ന സന്ധ്യയിൽ കോഴിക്കോട്ടെ പുതിയ സൗഹൃദ കൂട്ടായ്മ കാർട്ട് പിറവിയെടുത്തു. സാംസ്കാരിക പഠനത്തിനും ആവിഷ്കാരത്തിനും ഇടപെടലുകൾക്കുമായി രൂപം കൊടുത്ത കാർട്ട് മധുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ തൂക്കിക്കൊല്ലുന്ന നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന നാടകം അവതരിപ്പിച്ച് കോഴിക്കോട്ടെ പുതിയ കലാ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് ശ്രദ്ധേയമായി തുടക്കം. സെന്റർ ഫോർ കൾച്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ കാർട്ട് ആണ് കോഴിക്കോട് ടൗൺ ഹാളിൽ പെൻഡുലം ഉൺ എന്നീ നാടകങ്ങൾ അവതരിപ്പിച്ചത്. ലിംഗപദവിയും നിയമവ്യവസ്ഥയും എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയ നാടകങ്ങളാണ് അരങ്ങിൽ അവതരിപ്പിച്ചത്. PK ജയചന്ദ്രനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. സംഘടനയുടെ ഉദ്ഘാടനം മധു മാസ്റ്റർ നിർവഹിച്ചു. A ശാന്തകുമാർ അധ്യക്ഷം വഹിച്ചു. രാധാകൃഷ്ണൻ ഇളയിടത്ത്, പോൾ കല്ലാനോട്, AK രമേശ്, P സുധാകരൻ, കോഴിക്കോട് ശാരദ, കലാറാണി ചന്ദ്രൻ തുടങ്ങിയവർ ആശംസ നേർന്നു. കരുണാകരൻ പറമ്പിൽ സ്വാഗതവും പറഞ്ഞു. കുഞ്ഞൻ ചേളന്നൂർ ജൈവതാളം നാടൻപാട്ട് അവതരിപ്പിച്ചു.
കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജെയിംസ് തോമസിനെയും സെക്രട്ടറിയായി പി അഖിലിനെയും തെരഞ്ഞെടുത്തു. മലബാർ പാലസിൽ സംഘടിപ്പിച്ച സ്ഥാനാരോഹണ ചടങ്ങിൽ യുവ വ്യവസായി KRM നിരഞ്ജൻ കുമാറിനെ ആദരിച്ചു. ജോസ് കെ മാണി MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ നടന്നു. MP ജോസ് കെ മാണി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ പരാജയമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം, IT തുടങ്ങിയ രംഗങ്ങളിൽ വലിയ നേട്ടങ്ങളുണ്ടായെങ്കിലും വ്യവസായ രംഗത്ത് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. കേന്ദ്രം ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പിലാകാനാകാത്ത അവസ്ഥയാണ്. റോഡ് വികസനത്തിനും മറ്റ് വികസന പദ്ധതികൾക്കും ഭൂമി ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുവ വ്യവസായി KRM നിരഞ്ജൻ കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. CMA മുൻ പ്രസിഡന്റ് PK നാരായണൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ VKS മേനോൻ, H പ്രദീപ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാത്യു, PTS ഉണ്ണി, MA അബ്ദുറഹിമാൻ, TV മുസ്തഫ, CA മോഹൻ എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജെയിംസ് തോമസിനെയും സെക്രട്ടറിയായി P അഖിലിനെയും തെരഞ്ഞെടുത്തു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാറിന്റെ ബ്രാൻഡഡ് ഫർണിച്ചർ വിപണിയിലേക്ക്. ഇഹം എന്ന പേരിൽ ബ്രാൻഡുമായി ടോട്ടൽ ഹോം സൊല്യൂഷൻസ് എന്ന ആശയം മുൻനിർത്തിയാണ് പുതിയ സംരംഭം. ലോഗോ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു. സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖരായ മലബാർ ഗ്രൂപ്പ് ബ്രാൻഡഡ് ഫർണിച്ചർ വിപണിയിലേക്കും കടക്കുന്നു. ഇഹം എന്ന പേരിൽ സ്വന്തം ബ്രാൻഡുമായി ടോട്ടൽ ഹോം സൊല്യൂഷൻസ് എന്ന ആശയത്തിലാണ് ഗ്രൂപ്പ് പുതിയ ഷോറൂമുകൾ അവതരിപ്പിക്കുന്നത്. ഇഹത്തിന്റെ പ്രഥമ ഷോറൂം കൊല്ലം RP മാളിൽ സെപ്റ്റംബർ 20 ആരംഭിക്കുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, മാനേജിംഗ് പാർട്ണർ KK ബഷീർ എന്നിവർ പറഞ്ഞു. ഇഹം ലോഗോ പ്രകാശനം ഹോട്ടൽ ഗേറ്റ്വേയിൽ നടന്നു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു. MP അഹമ്മദ് അധ്യക്ഷം വഹിച്ചു. ഇഹം മാനേജിംഗ് പാർട്ണർ KK ബഷീർ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ O അഷർ, PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദ്, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KP വീരാൻകുട്ടി, AK നിഷാദ്, അലി അഫ്സൽ എന്നിവർ സംബന്ധിച്ചു. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും രാജ്യാന്തര നിലവാരത്തിൽ അവതരിപ്പിക്കും. ഫർണിച്ചർ, അകത്തളങ്ങൾക്കുള്ള സോഫ്റ്റ് ഫർണിഷിംഗ് എന്നിവ ഓർഡർ സ്വീകരിച്ച് കസ്റ്റമൈസ്ഡ് ഡിസൈനുകളിൽ നിർമ്മിച്ച് വീടുകളിൽ സൌജന്യ ഡെലിവറി ചെയ്യുന്ന രീതിയിലാണ് ഇഹം പ്രവർത്തിക്കുന്നത്. ഷോറൂമിലെ പർച്ചേസിന് ഹോം ഡെലിവറി, അസംബ്ലിംഗ് എന്നിവ സൌജന്യമാണ്. കോഴിക്കോടിനടുത്ത് 1,00,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഫാക്ടറിയും ഫ്ളാഗ്ഷിപ്പ് ഷോറൂമും ഉടൻ പ്രവർത്തനം ആരംഭിക്കും. രണ്ടാമത്തെ ഷോറൂം നവംബറിൽ തലശ്ശേരിയിൽ ആരംഭിക്കും. തുടർന്ന് മലപ്പുറം, കോട്ടയ്ക്കൽ, എറണാകുളം എന്നിവിടങ്ങളിലും ഷോറൂമുകൾ തുടങ്ങും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വീതി കൂട്ടുമ്പോൾ സ്ഥാപനങ്ങൾ നഷ്ടമാവുന്ന കച്ചവടക്കാർ, ജോലി നഷ്ടമാവുന്ന തൊഴിലാളികൾ എന്നിവർ ദുരിതബാധിതരുടെ കാര്യത്തിൽ സർക്കാർ ഒന്നും പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. മുഖ്യമന്ത്രിക്കും MP, MLA, മേയർ എന്നിവർക്കെല്ലാം നിവേദനം നൽകിയിട്ടും ഈ മനുഷ്യാവകാശ ലംഘനത്തിന് യാതൊരു പരിഹാരവുമില്ലാത്ത സാഹചര്യത്തിലാണ് സമരമുഖത്തേക്ക് ഇറങ്ങുവാൻ നിർബന്ധിതരായതെന്നും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉപവാസവും പ്രതീകാത്മക ആത്മഹത്യയും നടത്തുമെന്നും മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസന പീഡിത കൂട്ടായ്മ കൺവീനർ ഹനീഷ് പാതിയേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓർച്ചാഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ 12ാമത് സ്കോളർഷിപ്പ് അവാർഡുകൾ സെപ്റ്റംബർ അവസാന വാരം കോഴിക്കോട്ട് വിതരണം ചെയ്യും. LKG മുതൽ +2 വരെ 7 ഗ്രൂപ്പുകളിലായി 87 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകുക. പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള പുരസ്കാരത്തിന് 12 സ്കൂളുകളെയും തെരഞ്ഞെടുത്തു. മെഡലുകളും ക്യാഷ് പ്രൈസും ഉൾപ്പെടുന്നതാണ് അവാർഡെന്നും ഓർച്ചാഡ് ഇന്ത്യ ചെയർമാൻ പുരുഷൻ കടലുണ്ടി MLA പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗിന്റെ സ്ഥാപിത താൽപര്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുട്ടുമടക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ അന്യനിന്നു പോകുന്ന കലാരൂപങ്ങളെ സംരക്ഷിക്കാൻ കുടുംബശ്രീ പുതിയ സംവിധാനം രൂപപ്പെടുത്തണമെന്ന് MK രാഘവൻ MP. അരങ്ങിലും വെള്ളിത്തിരയിലും പ്രതിഭയുടെ മുദ്ര പതിപ്പിച്ച നടൻ ചേമഞ്ചേരി നാരായണൻ നായർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.